والسلام روحي فدا يا حبيبي سلام يا رسول والسلام روحي فدا يا حبيبي سلام يا نبي السلام روحي فدا يا حبيبي سلام نور على نور نور على السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ونيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നൂറുനല നൂറ് എന്ന നമ്മുടെ ഈ മഹത്തായ പരിപാടി ഈ പുണ്യമാസത്തിന്റെ തുടക്കം മുതൽ വളരെ ഭംഗിയായി ഗഹനങ്ങളായ വിഷയങ്ങളെ അധികരിച്ച് പ്രമുഖരായ പണ്ഡിതന്മാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിലുള്ള പഠനാർഹമായ ക്ലാസുകളാണ് ഇതുവരെ ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി അധ്വാനിച്ച, സമയം ചെലവഴിച്ച നമ്മുടെ മഹനീയരായ ഉസ്താദുമാർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ആദ്യമായി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നെ കേൾക്കുന്നുണ്ടാവും അല്ലേ? ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു സാധാരണ നമ്മൾ ചർച്ച ചെയ്തു വരുന്ന ഒരു വിഷയത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇത്രയും ദിവസം നടന്ന ചർച്ച ചെയ്ത വിഷയം പോലെ പുതിയ മാനങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയല്ല ഇന്ന്. സാധാരണ പലപ്പോഴും ഹിജ്റ സംബന്ധമായി മുഹറം മാസം വരുമ്പോൾ ക്ലാസ് റൂമിൽ നിരന്തരമായി ഉണ്ടാകാറുള്ള ചർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എന്റെ അറിവിന്റെ പരിധിയും പരിമിതിയും വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുമായി പങ്കുവെക്കുകയാണ് ഈ പുണ്യമാസത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. صدق الله العظيم. وثاني اثنين في الغار المنيف وقد طاف العدو به إذ صعد الجبل وكان حب رسول الله قد علموا من البرية لم يعدل به رجلا. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ജീവിതം മക്കയിൽ ആരംഭിച്ചപ്പോൾ അന്നുവരെ തന്റെ
വളരെ അടുത്ത കുടുംബക്കാരും തന്നെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന പല ആളുകളും ഏതോ ഒരു പുതിയ മനുഷ്യനെ വീക്ഷിക്കുന്ന രൂപത്തിലായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിക്കണ്ടിരുന്നതും തങ്ങളോട് പെരുമാറിയിരുന്നതും. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്ത, ഉസ്സയാദി പ്രതിമകൾ, ബിംബങ്ങൾ ആരാധന അർഹിക്കുന്നില്ല. മനുഷ്യരായ നിങ്ങളുടെ ബുദ്ധി വെച്ച് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ കേവലം കല്ലിന്റെ പ്രതിമകളെയാണ് നിങ്ങൾ പൂജിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങൾ പൂജിക്കുന്നവയെയും ഒക്കെ പടച്ച, പരിപാലിച്ചു പോരുന്ന സർവശക്തനായ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞപ്പോഴാണ് അന്നുവരെ അൽ അമീൻ എന്ന പേരിൽ അവർ ഓമനിച്ചു വിളിച്ചിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അന്യനായി തുടങ്ങിയത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്തനും സുഖമില്ലാത്തവനും കവിയും ഒക്കെ ആയി മാറിയത് അള്ളാഹുവിനെ മാത്രമുള്ള ആരാധനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ക്ഷണിച്ചപ്പോഴായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളെ കൊണ്ട് വിശ്വസിച്ച അനുയായികളും സഹിക്കേണ്ടി വന്ന മർദ്ദന പീഡനങ്ങളുടെ വിശാലമായ ഏടുകൾ ഓരോ വിശ്വാസിയെയും കണ്ണീരണിയിപ്പിക്കുന്നതും അവന്റെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്നതുമാണ്. ചരിത്രഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും സഹിക്കേണ്ടി വന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള പീഡനങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ അത് സംബന്ധമായി പറയുന്ന ഒരു ചെറിയ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, മാ റഅയ്തു ഖുറൈശൻ അറാദു ഖത്ലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ യൗമൻ യഅ്തമറു ബിഹി വഹും ജുലൂസുൻ ഫീ ളില്ലിൽ കഅബ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഇൻദൽ മഖാം فقام إليه عقبة بن أبي معيط فجعل رداءه في عنقه ثم جذبه حتى وجب لركبتيه ساقطا وتصايح الناس فظنوا أنه مقتول. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾ വധിക്കാൻ വേണ്ടി കോപ്പുകൂട്ടിയ ഒരു സംഭവം എനിക്കറിയാം. അവരെല്ലാവരും കഅബയുടെ അരികെ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം മഖാമിന്റെ അടുത്ത് നിസ്കരിക്കുകയുമാണ്. നബി നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഉഖ്ബത്ത് ബിനു അബീ മുഅയ്ത് എന്ന ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ തന്റെ മുണ്ടിട്ട് മുറുക്കുകയും പിന്നെ അതിനെ ശക്തമായി വലിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വലിയുടെ ശക്തിയാൽ മുട്ടുകുത്തി വീഴുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ് കിടക്കുകയാണ്.
അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അട്ടഹസിച്ചു. അവരെല്ലാം വിചാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ്. ഫഅഖ്ബല അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, അപ്പോഴവിടേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് തോളിലും പിടിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ നാഥൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ പാരുഷ്യത്തോടെ ദേഷ്യത്തോടുകൂടി പരുഷമായ ഭാഷയിൽ തന്നെ അവരോട് പ്രതികരിച്ചു, വിളിച്ചു പറഞ്ഞു എന്ന് ഈ ഹദീസിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം അപകടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന നിസ്കാരം പൂർത്തിയാക്കി. ഫലമ്മ ഖളാ സ്വലാത്തഹു മർറ ബിഹിം, എന്നിട്ട് അവിടുത്തെ നിസ്കാരം അവസാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളുടെ അടുക്കലേക്ക് ചെന്നു. അവരെല്ലാവരും കഅബയുടെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുറൈശി കിങ്കരന്മാരോട് പറഞ്ഞു, യാ മാഷറ ഖുറൈശ്, ഓ ഖുറൈശി സമൂഹമേ, ഈ മുഹമ്മദിന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന നാഥന് തന്നെയാണ് സത്യം. നിശ്ചയം നിങ്ങളുടെ നാശം അടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മുഴുവനും നാശത്തിനു വേണ്ടി തന്നെയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവരുടെ കഴുത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൽക്കിൽ അവിടുത്തെ കൈവച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു, നിങ്ങളുടെയൊക്കെ നാശം അടുത്തിരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ. അപ്പോൾ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദു മാ കുന്ത ജഹൂലൻ, മുഹമ്മദേ നീ ഇത്ര വിവരം ഇല്ലാത്തവനായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിനോട് തിരിച്ചു പറഞ്ഞു, അൻത മിൻഹും, പക്ഷേ നീ വിവരമില്ലാത്തവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പറയുകയുണ്ടായി എന്നും ഈ സംഭവത്തിൽ മഹാനായ അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇത് നിരവധി സംഭവങ്ങളിൽ ഒരു സംഭവം മാത്രമാണ്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. അവർ ചെയ്തിരുന്ന ബുദ്ധിഹീനമായ ഒരു പ്രവർത്തനത്തെ ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണ് എന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച സത്യത്തെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ പേരിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ആക്രമിക്കാനും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അഴിച്ചുവിടാനും അവർ ഒരുമ്പെട്ടത് എന്ന് കാണുമ്പോൾ സത്യത്തിൽ ഖുറൈശികൾക്ക് സത്യത്തോട്, വിശുദ്ധ ഇസ്ലാമിനോട്, അതിന്റെ പേരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടായിരുന്ന ദേഷ്യവും വിരോധവും എത്രമാത്രമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരിക്കൽ ഖുറൈശികൾ എല്ലാവരും കൂടി ഇതുപോലെ ഒരുമിച്ചുകൂടി അവരൊരു തീരുമാനത്തിലെത്തി. ഉൻളുറു അഅലമക്കും ബിസ്സിഹ്രി വൽ കഹാനത്തി വശ്ശഅരി, നിങ്ങൾ ആർക്കാണ് കൂടുതൽ സിഹ്ർ ചെയ്യാനും ജ്യോത്സ്യപ്പണി ചെയ്യാനുമൊക്കെ അറിയുക എന്ന് നിങ്ങൾ തെരഞ്ഞുപിടിക്കുക. എന്നിട്ട് അയാളെ കൊണ്ട്
ഈ പുതിയ പ്രസ്ഥാനവുമായി വന്നിട്ടുള്ള മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സംസാരിപ്പിക്കുക. നിശ്ചയം അവൻ നമ്മുടെ ഐക്യത്തെ തകർത്തിരിക്കുന്നു, നമ്മുടെ മതത്തെ അവൻ ആക്ഷേപിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് സിഹറും കഹാനത്തുമൊക്കെ അറിയുന്ന ഒരാൾ വേണം അവനോട് സംസാരിച്ചു നിൽക്കാൻ. സാധാരണക്കാരന് സംസാരിച്ചാൽ ജയിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള വാക്കുകളാണ്, സംസാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കഴിവുള്ള ഒരു മനുഷ്യനെ തെരഞ്ഞുപിടിക്കൂ എന്ന് ഖുറൈശികളെല്ലാവരും കൂടെ യോഗം ചേർന്ന് തീരുമാനിക്കുകയും അവിടെ നിന്ന് തന്നെ അവർ പറഞ്ഞു, ഉത്ബത്ത് ബിൻ റബിയ എന്ന നമ്മുടെ സഹോദരന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം, ജ്യോത്സ്യവും അതേപോലെ തന്നെ അത്യാവശ്യം സിഹറുമൊക്കെ അറിയുന്നയാളാണ്. അതുകൊണ്ട് ഉത്ബത്ത് ബിൻ റബിയ തന്നെ മുഹമ്മദിനോട് സംസാരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് നബിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുവിടാൻ തീരുമാനിക്കുകയും തൽഫലമായി ഉത്ബത്ത് ബിൻ റബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി സംസാരിക്കുകയുമുണ്ടായി. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, അന്ത ഖൈറുൻ അം അബ്ദുൽ മുത്തലിബ്? മുഹമ്മദേ, നീയാണോ അതല്ല നിന്റെ പിതൃവ്യനായ അബ്ദുൽ മുത്തലിബാണോ ഉത്തമൻ? എന്താണ് നിന്റെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനോടൊന്നും പ്രതികരിച്ചില്ല. അദ്ദേഹം വീണ്ടും തുടർന്ന് ചോദിച്ചു, അന്ത ഖൈറുൻ അം അബ്ദുല്ല? നീയാണോ അതല്ല നിന്റെ പിതാവ് അബ്ദുള്ളയാണോ ഉത്തമൻ? എന്താണ് നിന്റെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനോടും പ്രതികരിച്ചില്ല. അപ്പോൾ ഉത്ബത്ത് പറഞ്ഞത്, ഇൻ കുന്ത തസ്അമു അന്ന ഹഉലായി ഖൈറും മിൻക ഫഖദ് അബദുൽ ആലിഹത അല്ലതി ഇബ്തഹ. ഇവരൊക്കെയാണ് ഉത്തമർ എന്നാണ് നിന്റെ വിശ്വാസം എങ്കിൽ അവരൊക്കെ ഞങ്ങൾ ഈ ആരാധിക്കുന്ന ദൈവങ്ങളെ ആരാധിച്ചവരാണ്. നീ ആക്ഷേപിക്കുന്ന ഈ ദൈവങ്ങളെ അവരൊക്കെ ആരാധിച്ചിട്ടുണ്ട്. വഇൻ കുന്ത തസ്അമു അന്നക ഖൈറും മിൻഹും, അല്ല അവരെക്കാളൊക്കെ ഉത്തമൻ നീയാണ് എന്നാണ് നിന്റെ വാദമെങ്കിൽ ഫതകല്ലം ഹത്താ നസ്മഅ ഖൗലക, നീ നിനക്ക് പറയാനുള്ളത് പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. ഇന്ന വല്ലാഹി മാ റഅയ്നാ സഖലതൻ ഖത്തു അശ്അമ അലാ ഖൗമിഹി മിൻക ഫറഖത ജമാഅതനാ വശത്തത അംറനാ വഇബ്ത ദീനനാ വഫളഹ്തനാ ഫിൽ അറബി ഹത്താ ലഖദ് ത്വാറ ഫീഹിം അന്ന ഫീ ഖുറൈശിൻ സാഹിറ വഅന്ന ഫീ ഖുറൈശിൻ കാഹിന വല്ലാഹി മാ നൻതളിറു ഇല്ലാ മിത്ല സ്വൈഹത്തിൽ ഹുബ്ലാ അൻ യഖൂല ബഅ്ലുനാ ലിബഅ്ലിൻ ബിസ്സുയൂഫി ഹത്താ നതഫാനി അയ്യുഹർ റജുൽ. ഇവരെക്കാളൊക്കെ ഉത്തമൻ നീയാണ് എന്നാണ് നിന്റെ വാദം എങ്കിൽ തീർച്ചയായും നീ ഏറ്റവും നെറികെട്ട ഒരു വ്യക്തി തന്നെയാണ്. ഒരു സമൂഹത്തിനും നീ ഈ സമൂഹത്തിന്, ഖുറൈശി സമൂഹത്തിന് വരുത്തിവെച്ചതുപോലുള്ള വിന ഒരു വ്യക്തിയും മറ്റൊരു സമൂഹത്തിനും വരുത്തിവെച്ചിട്ടുണ്ടാകില്ല. നീ ഞങ്ങളുടെ സംഘശക്തിയെ തകർത്തു കളഞ്ഞു, ഞങ്ങളുടെ ഐക്യബോധത്തെ ഇല്ലായ്മ ചെയ്തു, ഞങ്ങളുടെ മതത്തെ നീ ആക്ഷേപിച്ചു, അറബികൾക്കിടയിൽ ഞങ്ങളെ നീ വഷളത്തരത്തിലാക്കി. എത്രത്തോളമെന്നോ ഖുറൈശികളിൽ സാഹചര്യങ്ങളുണ്ട് എന്നുവരെ ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ നീ ഞങ്ങളെ ആക്ഷേപിക്കുകയും പോരാത്തവരാക്കുകയും ചെയ്തു. ആയതുകൊണ്ട് നിന്റെ ആവശ്യം എന്താണെങ്കിൽ അത് നീ അറിയിക്കുക, എന്തു തന്നെയാണെങ്കിലും അത് സാധിപ്പിച്ചു തരാൻ ഞങ്ങൾ സന്നദ്ധരാണ്.
ഇൻകാന ഇന്നമാ ബിക്കൽ ബാഅ ഫഖ്തർ അയ്യ നിസാഇ ഖുറൈഷിൻ വനുസവ്വിജുക അശ്റ. നിനക്ക് സ്ത്രീകളോടാണ് താൽപര്യം എങ്കിൽ ഖുറൈശികളിലുള്ള ഏത് സ്ത്രീയെ നീ തെരഞ്ഞുപിടിച്ച് ഞങ്ങളോട് പറഞ്ഞോ, ആ പെണ്ണിനെയും അതിന്റെ പുറമെ 10 എണ്ണത്തിന് വേറെയും നിനക്ക് കെട്ടിച്ചു തരാൻ, സ്വന്തമാക്കി തരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. وإن كان إنما بك الحاجة جمعنا لك حتى تكون أغنى قريش رجلا واحدا. അതല്ല, സമ്പത്താണ് നിനക്ക് താൽപര്യമെങ്കിൽ ഖുറൈശികളിൽ ഏറ്റവും സമ്പന്നൻ നീയാകുന്ന രൂപത്തിൽ നിനക്ക് ഞങ്ങൾ സമ്പത്ത് സംഭരിച്ചു തരാം. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബത്തിനോട് ചോദിച്ചു, ആ ഫറഗ്ത, നിന്റേത് കഴിഞ്ഞോ, നീ നിർത്തിയോ? കാല, ഉത്ബത്ത് പറഞ്ഞു, ഞാൻ അതെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഫഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അദ്ദേഹത്തിന് ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം, فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിച്ചപ്പോ ഉത്ബത്ത് പറഞ്ഞു, ഹസ്ബുക് ഹസ്ബുക്, മതി മതി, നിർത്ത്, ഇതല്ലാതെ വേറെ വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് കേട്ടുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഉത്ബത്ത് ഖുറൈശികളുടെ അടുക്കലേക്ക് പോയി. അവർ ചോദിച്ചു, എന്താണ് നീ കൊണ്ടുവന്നിട്ടുള്ള വിവരം? മാ വറാഅക്, എന്താണ് നീ പോയോടത്തുള്ള വിവരം, പോയ കാര്യം എന്തായി? അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ മുഹമ്മദിനോട് സംസാരിക്കും പോലെ ഞാനും സംസാരിച്ചു, അല്ലാതെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അവർ ചോദിച്ചു, മുഹമ്മദ് നിന്നോട് എന്തെങ്കിലും പ്രതികരിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഉത്ബത്ത് പറഞ്ഞു, അതെ, പ്രതികരിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. മാ ഫഹിംതു ശൈഅൻ മിമ്മാ ഖാല ഗൈറ അന്നഹു അൻദറകും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ്. ആദിനെയും സമൂദിനെയും അള്ളാഹു നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കും എന്നുള്ള കാര്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വേറെയും അവൻ എന്തൊക്കെയോ കുറെ പറഞ്ഞു, അതൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് ഉത്ബത്ത് ഖുറൈശികളോട് പറഞ്ഞപ്പോ ഖുറൈശികൾ, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഉത്ബത്തിനോട് പറഞ്ഞു, വൈലക് യുകല്ലിമുക റജുലുൻ ബിൽ അറബിയ്യ ലാ തദ്രി മാ ഖാൽ. നിന്നോടൊരാൾ അറബിയിൽ സംസാരിച്ചിട്ട് നിനക്കത് മനസ്സിലായില്ലെന്നോ? ഖാല, ഉത്ബത്ത് പറഞ്ഞു, ലാ വല്ലാഹി മാ ഫഹിംതു ശൈഅൻ മിമ്മാ ഖാല ഗൈറ ദിക്രി സ്വാഇഖ. ആദ് സമൂദിന്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമല്ലാതെ വേറെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള പീഡനങ്ങളും പ്രീണനങ്ങളും നിരവധി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. മക്കയിൽ താമസിച്ചിരുന്ന ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ പ്രിയങ്കരായ അനുയായികളുടെയും അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട് സംഭവമൊക്കെ നിരവധി തവണകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കിയതും മദ്രസാതലം തൊട്ട് പഠിച്ചു വരുന്നതുമാണ്. അതൊക്കെ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിനേന ഏൽക്കേണ്ടി വന്നിട്ടുള്ള താടന പീഡനങ്ങളുടെ കഥ വായിക്കുമ്പോൾ തന്നെ അല്പമെങ്കിലും ഈമാനുള്ള ഓരോരുത്തരുടെയും കണ്ണിൽ നിന്ന് കണ്ണീർ ഇറ്റി വീഴുന്ന രൂപത്തിലുള്ള സങ്കടകരമായ അനുഭവങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
അബൂ താലിബ് രോഗശയ്യയിലായി കിടക്കുമ്പോ ഖുറൈശികളുടെ ഒരു സംഘം അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇന്നബ്ന അഖീക യഷ്തിമു ആലിഹതന വയഫാലു വയഫാലു വയഖൂലു വയഖൂൽ ഫലൗ ബഅസ്ത ഇലൈഹി ഫനഹൈതഹു. ഖുറൈശി നേതാക്കന്മാര് വന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞത്, നിന്റെ സഹോദരന്റെ മകൻ ഞങ്ങളുടെ ദൈവങ്ങളെ തെറിവിളിക്കുകയാണ്, ഇന്നതും ഇന്നതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്നതും ഇന്നതുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരാളെ പറഞ്ഞയച്ചിട്ട് ഈ പണിയൊന്ന് നിർത്താൻ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് ഒരാളെ പറഞ്ഞയച്ചു എന്നും അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് വന്നു. അപ്പോ അബൂ താലിബ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു എന്നും കാണാം. ഏതായിരുന്നാലും ചോദ്യം ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ, ദയവായി ആരും ഈ PM അടിക്കരുത്, PM അടിച്ചാൽ എന്റെ സ്ക്രീനൊക്കെ പിന്നെ ഒന്നും കാണാതായി പോകും. അതുകൊണ്ട് ആവശ്യമില്ലാതെ PMകൾ അടിക്കരുത്. DND ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലുമൊക്കെ ബഹുമാനപ്പെട്ട പിന്നെ അഡ്മിന്മാർക്ക് അത്യാവശ്യം പറയേണ്ടതുണ്ടെങ്കിൽ അത് DND ആക്കിയിട്ട് ഇടങ്ങേറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് സഹോദരന്മാര് സഹകരിക്കുക, ആവശ്യമില്ലാതെ PM അടിക്കാതിരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികൾ അബൂ താലിബിന്റെ അടുത്ത് ഇരുന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ട് കയറി വന്നു. അങ്ങനെ അബൂ താലിബിന്റെയും ഖുറൈശികൾ ഇരിക്കുന്ന ഖുറൈശി നേതാക്കന്മാരിരിക്കുന്നതിന്റെയും ഇടക്ക് ഒരാൾക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന്റെ അടുത്ത് ചെന്നിരിക്കാൻ പുറപ്പെട്ടപ്പോ അബൂജഹൽ ചാടിപ്പോയിട്ട് അവിടെ ഇരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന്റെ അടുത്തിരുന്ന് ഇനി അബൂ താലിബിനോട് അദ്ദേഹത്തിന്റെ ഒരു അനുകമ്പ തോന്നിയിട്ട് ഇതുവരെ പറഞ്ഞുണ്ടാക്കിയ ഈ കാര്യങ്ങൾ ഇല്ലാതായി പോകണ്ട, അതിന്റെ കനം കുറയണ്ട എന്ന് വെച്ചിട്ടാണ് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കാൻ പോയതായിരുന്നു. പക്ഷേ അബൂ താലിബിന്റെ അടുത്തുള്ള ഒരാൾക്ക് മാത്രമുള്ള സീറ്റിലേക്ക് പെട്ടെന്ന് അബൂജഹൽ ചാടിപ്പോയി. ഫവസബ അബൂജഹൽ ഫജലസ ഫീ ദാലിക്കൽ മജ്ലിസ്, ആ ഇരിക്കാനുള്ള സ്ഥലത്ത് അബൂജഹൽ ചാടി കയറിയിരുന്നു എന്നാ. അത് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട സമസ്തയിൽ ചില ആൾക്കാർ ചാടിക്കയറിയിരുന്ന പോലെ ഇങ്ങനെ ഓർമ്മ വന്നു. ഏതായിരുന്നാലും വിഷയത്തോടനുബന്ധമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. വലം യജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസൻ ഖുർബ അമ്മിഹി. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ താലിബിന്റെ അടുക്കൽ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിലിന്റെ അടുത്തേക്ക് മാറി നിൽക്കുകയും അവിടെ ആ സദസ്സിൽ ഒരു ഭാഗത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഐ ഇബ്ന അഖി മാ ബാലു ഖൗമിക യഷ്കൂനക്, എന്റെ സഹോദരന്റെ മോനെ, എന്താണ് നിന്റെ ജനങ്ങളൊക്കെ നിന്നെക്കുറിച്ച് വന്ന് പരാതി പറയുന്നുണ്ടല്ലോ. യസമൂന അന്നക തഷ്തിമു ആലിഹതഹും വതഖൂലു വതഖൂലു വതഫലു വതഫൽ, നീ അവരുടെ ദൈവങ്ങളെ ചീത്ത പറയുന്നു എന്നോ എന്തൊക്കെയോ അവർക്ക് പറ്റാത്തത് ചെയ്യുന്നു എന്നോ നീ എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെ എന്നോട് വന്ന് പരാതി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അമ്മു ഇന്നി ഉരീദുഹും അലാ കലിമത്തിൻ വാഹിദ യഖൂലൂനഹ തദീനു ലഹും ബിഹാ അൽ അറബു വതുഅദ്ദി ഇലൈഹിം ബിഹിൽ അജമുൽ ജിസിയ. ഞാൻ അവരോട് ഒരേ ഒരു വാക്ക് പറയണമെന്നും അതിൽ നിൽക്കണമെന്നുമേ പറയുന്നുള്ളൂ. ഒരേ ഒരു വാക്ക്. ആ വാക്ക് അവർ അംഗീകരിച്ചാൽ മുഴുവൻ അറബികളും അവർക്ക് കീഴ്പ്പെടുകയും അനറബികൾ മുഴുവനും അവർക്ക് കീഴിൽ വന്നുകൊണ്ട് ജിസിയ നൽകി അവരുടെ കീഴിൽ നിൽക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു വാക്കിലേക്കാണ് ഞാൻ അവരെ ക്ഷണിക്കുന്നത്. ഇത് കേട്ടപ്പോ ഖുറൈശി പ്രമുഖര് പറഞ്ഞു, ഒരു വാക്കോ? നീ ഒരു വാക്കല്ല 10 വാക്ക് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിച്ചോളാം. എന്താണ് അതൊന്ന് പറഞ്ഞാട്ടെ.
അബൂ താലിബും ചോദിച്ചു, അയ്യു കലിമത്തിൻ ഹിയ യാ ഇബ്ന അഖി, എന്റെ സഹോദരന്റെ മോനെ ഏതാണ് ആ വാക്ക്, നീ അതൊന്ന് പറയൂ. ഖാല, തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കിലേക്കാണ് ഞാൻ അവരെ ക്ഷണിക്കുന്നത്. അത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ അറബികളും അവർക്ക് കീഴിലായിരിക്കും. അതോടൊപ്പം അനറബികൾ മുഴുവനും അവർക്ക് ജിസിയ നൽകി അവരുടെ കീഴിൽ താമസിക്കുകയും ചെയ്യേണ്ടി വരും. അഥവാ ലോകം മുഴുവനും അവർക്ക് കീഴ്പ്പെടും, അവരുടെ കാൽ കീഴിലായിരിക്കും. എല്ലാവർക്കും മേലെയുള്ള അധികാരസ്ഥരായി അവർക്ക് തുടരാൻ സാധിക്കും. അതിലേക്കാണ് ഞാൻ അവരെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഫഖാമു ഫസിഈന യംഫിദൂന തിയാബഹും വഹും യഖൂലൂന, അവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ കുടഞ്ഞ് എഴുന്നേറ്റ് പോയി. അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എന്നാണ് അവർ എഴുന്നേറ്റ് പോയപ്പോൾ പറഞ്ഞത്. ഞങ്ങള് നിരവധി ദൈവങ്ങൾക്ക് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോട് മുഴുവനും ഞങ്ങളുടെ പരാതികൾ പറഞ്ഞിട്ടും കാര്യങ്ങൾ നിർവഹിച്ചു തരാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നിട്ടാണോ നീ ഒരു ദൈവത്തിന്റെ കാര്യം പറയുന്നത്? എല്ലാ ദൈവങ്ങളെയും കൊണ്ടുപോയി നീ ഒന്നാക്കുകയാണോ? എല്ലാവർക്കും കൂടെ സാധിക്കാത്തത് ഒന്നിനെങ്ങനെ സാധിക്കും എന്ന അർത്ഥത്തിൽ അവർ പരാതിപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണുണ്ടായത്. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, നിന്റെ ഈ കാര്യം വളരെ ആശ്ചര്യകരം തന്നെയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണുണ്ടായത്. ചുരുക്കത്തിൽ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതൊക്കെ നിലക്ക് ഇതിൽ നിന്ന് ഈ തൗഹീദിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് പല ഒരു പ്രകോപനങ്ങൾ കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും താടന പീഡനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടും മർദ്ദനമുറകൾ നടത്തിക്കൊണ്ടുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെയും അവിടുത്തെ അനുയായികൾക്ക് നേരെയും തുടരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഖുറൈശികൾ രംഗത്ത് വരികയുണ്ടായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ കഅബയുടെ അടുക്കൽ നിൽക്കുമ്പോൾ മഹാനായ അനസ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ശുജ്ജ ഫീ വജീഹി വകസുറതു റുബാഇയതുഹു വറുമിയ റംയതൻ അലാ കതിഫിഹി ഫജഅല യംസഹു ദമാൻ വജ്ഹിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല കല്ലുകൊണ്ട് കുത്തിപ്പൊട്ടിക്കുകയുണ്ടായി ശത്രുക്കൾ. തങ്ങളുടെ അണപ്പല്ല്, അത് ആ കുത്തിന്റെ കല്ലുകൊണ്ടുള്ള മർദ്ദനത്തിന്റെ ആഘാതം കാരണം തങ്ങളുടെ പല്ല് പൊട്ടിപ്പോയി. തങ്ങളുടെ തോളല് ഏറുകൊണ്ട് അപകടപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് രക്തം ഇങ്ങനെ ഇറ്റി വീഴുമ്പോ ആ മുഖത്ത് നിന്ന് രക്തം തുടച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൈഫ തുഫ്ലിഹു ഉമ്മത്തുൻ ഫഅലത് ഹാദാ ബിനബിയിഹാ വഹുവ യദൂഹും ഇലല്ലാഹ്. ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജനതയെ സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോ അവർ ഇത്തരത്തിലാണ് ആ പ്രവാചകനോട് പ്രതികരിക്കുന്നതെങ്കിൽ പിന്നെ ആ ജനത എങ്ങനെ വിജയിക്കാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഗദ്ഗദപ്പെടുകയുണ്ടായി എന്ന് മഹാനായ അനസ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശാരീരികമായി ദ്രോഹിച്ചു. സാമ്പത്തികമായ പ്രലോഭനങ്ങൾ, അതുപോലെ മറ്റു മനുഷ്യൻ ഏതെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുമോ ആ കാര്യങ്ങൾ മുഴുവനും വെച്ചു നീട്ടിക്കൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്നൊന്നും മടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ പരിഹാസരൂപത്തിൽ പല കാര്യങ്ങളും ചോദിച്ചു നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ഒരിക്കൽ വന്നുകൊണ്ട് ഖുറൈശികളുടെ ഒരു സംഘം ചോദിച്ചു, ഇൻ കുന്ത നബിയ്യൻ കമാ തസമു ഫബാഇദ് ജബലൈ മക്കത അഖ്ശബൈഹാ ഹാദൈനി മസീറത അർബഅത അയ്യാമിൻ ഔ ഖംസ. നീ പ്രവാചകനാണെന്നാണല്ലോ വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ മൂസ അലൈഹിസ്സലാമും ഈസ അലൈഹിസ്സലാമും അതുപോലുള്ള പ്രവാചകന്മാരുമൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചവരാണ്. അതുപോലെ നീയും ഞങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ കാണിച്ചു തരൂ, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. എന്താണ് അവർ ആവശ്യപ്പെടുന്ന അത്ഭുതം? ഈ കഅബാലയത്തിന്റെ ചുറ്റും വലിയ പർവ്വതങ്ങളുണ്ടല്ലോ, ഈ പർവ്വതങ്ങളൊക്കെ നീ ഒരു 4 ദിവസത്തെ വഴിദൂരത്തേക്കൊന്ന് അങ്ങോട്ട് നീക്കിക്കൊണ്ട, ഈ കഅബയ്ക്ക് ചുറ്റും കാണുന്ന ഈ മലകളൊക്കെ കുറച്ച് അങ്ങോട്ടൊന്ന് നീക്കിത്ത,
ഒരു 4 ദിവസം നടന്നാലെത്തുന്ന, യാത്ര ചെയ്താലെത്തുന്ന ദൂരത്തേക്ക് ഈ നാലുപാടുമുള്ള പർവ്വതങ്ങളൊക്കെ ഒന്ന് നീക്കിത്തന്നാൽ ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാം. ഫഇന്നഹ വയ്യിഖത്തുൻ, ഈ കഅബാലയവും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും വളരെ, അഥവാ ഈ മക്ക, അത് വളരെ ഇടുങ്ങിയ ഒരു പ്രദേശമാണ്. അതിന്റെ ഈ മലകളൊക്കെ ഒന്ന് കുറച്ച് അങ്ങോട്ട് നീ നീക്കിത്തരികയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ ഞങ്ങൾക്കിവിടെ കൃഷി ചെയ്യാം. ഹത്താ നസ്റഅ ഫീഹാ വനർഅ, ഞങ്ങൾക്കിവിടെ കൃഷി ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കാലികളെ ഇവിടെ മേയ്ക്കാമായിരുന്നു. വബഅസ്ലന ആബാഅനാ മിനൽ മൗത, അത് മാത്രം പോരാ, മരിച്ചുപോയ ഞങ്ങളുടെ പ്രപിതാക്കന്മാരെയൊക്കെ നീ ഒന്ന് ജീവിപ്പിച്ചുകൊണ്ടാ. ഹത്താ യുകല്ലിമൂന വയുഖ്ബിറൂന അന്നക നബി, അങ്ങനെ ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാം, അവർ ഞങ്ങളോടും സംസാരിക്കും. അപ്പൊ അവര് പറഞ്ഞു തരുമല്ലോ നീ നബിയാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾക്ക് നിന്റെ പ്രവാചകത്വത്തെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാം. അതോടൊപ്പം വഹ്മിൽനാ ഇല ഷാമി ഔ ഇലൽ യമൻ ഔ ഇലൽ ഹിറ ഹത്താ നദ്ഹബ വനജിഅ ഫീ ലൈലത്തിൻ കമാ സഅംത അന്നക ഫഅൽതഹു, നീ ഒരു രാത്രി കൊണ്ട് പലസ്തീനിലൊക്കെ പോയി വന്നു എന്നാണല്ലോ പറയുന്നത്. ആയതുകൊണ്ട് അതുപോലെ ഞങ്ങൾ നീ യമനിലൊക്കെ ഒന്ന് ഒരു രാത്രി കൊണ്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഷാമിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോവാ, നിനക്കതിന് സാധിക്കുമെന്നാണല്ലോ നീ പറയുന്നത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർളു ഔ കുല്ലിമ ബിഹിൽ മൗതാ എന്നുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് കാണുന്നു. അസ്ബാബുൻ നുസൂലിൽ ബഹുമാനപ്പെട്ട ഇമാം വാഹിദി എന്നവർ ഇത്തരത്തിലുള്ള ഈ ആയത്തിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് എങ്ങനെയാണ് പറയുന്നത്? നീ പ്രവാചകനാണെന്ന് വാദിക്കുന്നു. വാന്ന സുലൈമാന സുഖിറത്ത് ലഹു റീഹു, സുലൈമാൻ അലൈഹിസ്സലാമിന് കാറ്റിനെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന് സമുദ്രം കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു. ആയതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യ്. എന്നിട്ട് നീ പറയുന്ന അള്ളാഹു അയ്യുസയ്യിറ അന്നാ ഹാദിഹിൽ ജിബാല, ഈ പർവ്വതങ്ങളെ ഒന്ന് കുറച്ച് അങ്ങോട്ട് നീക്കിത്തരട്ടെ. വയുഫജ്ജിറ ലനൽ അർള, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അൻഹാറ, നദികളെ ഒഴുക്കിത്തരട്ടെ. ഫനത്തഖിദുഹാ മഹാരിസ, അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കൃഷി നടത്താൻ സാധിക്കും. വനഅകുല, അതിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ വഇല്ലാ ഫദഉല്ലാഹ യുഹ്യിയ ലനാ മൗതാന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയൊക്കെ ഒന്ന് ജീവിപ്പിക്കാൻ വേണ്ടി നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. ഫനുകല്ലിമഹും വയുകല്ലിമൂന, അവർ ഞങ്ങളോട് സംസാരിക്കും. നീ പ്രവാചകനാണ് എന്ന് ഞങ്ങൾക്ക് അവരോടും സംസാരിക്കാൻ സാധിക്കും. അങ്ങനെ അതും അല്ലെങ്കിൽ വഇല്ലാ ഫദഉല്ലാഹ അൻ യുസയ്യിറ ലനാ ഹാദിഹി സഖറ അല്ലതി തഹതക ദഹബ, നിന്റെ താഴ്ഭാഗത്ത് കാണുന്ന ഈ പർവ്വതങ്ങളൊക്കെ ഒന്ന് സ്വർണ്ണമാക്കി തരാൻ നിന്റെ റബ്ബിനോടൊന്ന് ദ്വാർക്ക്. നീ അങ്ങനെ ഏകനായ ഒരു ശക്തി, ഒരു അള്ളാഹു ഒരുവനുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആ ഒരുവനായ നിന്റെ റബ്ബിനോട് ഖുറൈശികൾ പറയുന്നതാണ്, നമ്മുടെ വാക്കല്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ഉദ്ധരിക്കുമ്പോൾ വരുന്നതാണ്. അതുപോലും മര്യാദയായി തന്നെ നമ്മൾ കണക്കാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കൊട്ടും ആദരവ് കുറവല്ല. സംസാരത്തിന്റെ ശൈലി, ഖുറൈശികളുടെ ശൈലി ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാഹു തആല അതിൽ പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ പുറത്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഖുറൈശികൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ നീ വാദിക്കുന്നത്. അല്ലാതെ ഇപ്പോ അബൂജാല് വന്നിട്ട് റസൂലുള്ളാഹി എന്നൊന്നും വിളിക്കൂലല്ലോ. ആ രീതിയിലാണ് പറയുന്നത്. ഫഇന്നക തസമു അന്നക കഹയതീം, ഈ മൂസാ അലൈഹിസ്സലാമിനെയും ഈസാ അലൈഹിസ്സലാമിനെയും അതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പോലെ തന്നെയാണ് നീയും എന്നാണല്ലോ നിന്റെ വാദം. ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പാറയൊക്കെ ഒന്ന് സ്വർണമാക്കിത്താ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർളു ഔ കുല്ലിമ ബിഹിൽ മൗതാ. എന്താണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നതൊക്കെ എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട്.
ഖുറൈശികൾ ഇങ്ങനെ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയ് ജിബ്രീൽ അലൈഹിസ്സലാം വഹയ് അറിയിച്ചു. ഫബൈനമാ നഹ്നു ഹൗലഹു, ഹദീസിന്റെ റാവി മഹാനായ സുബൈർ ഇബ്നു അവ്വാം അവർ പറയുകയാണ്, ഞങ്ങളിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുറൈശികളെ ചോദ്യം ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങി. ആ വഹി ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് ആ വഹിയിന്റെ പാടുകളൊക്കെ, അതിന്റെ വിഷമതകളൊക്കെ നീങ്ങിയപ്പോൾ, വഹിയിറങ്ങുക എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് അത് പ്രകടമാകുമായിരുന്നു എന്ന ഹദീസിൽ കാണാം. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വഹിയിറങ്ങുന്ന ആ രംഗം അവസാനിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ലഖദ് അഅതാനി മാ സഅൽതും, എന്നെ നിയന്ത്രിക്കുന്ന റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങൾ ചോദിച്ചത് മുഴുവനും നിശ്ചയം എനിക്കവൻ തന്നിട്ടുണ്ട്. വലൗ ശിഅ്തു ലകാന, ഞാനെങ്ങാനും ഇപ്പൊ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ തരാനും എനിക്ക് സാധിക്കും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ. വലാകിന്നഹു ഖയ്യറനി ബൈന അൻ തദ്ഖുലൂ ഫീ ബാബിർ റഹ്മ ഫയുഅ്മിനു മുഅ്മിനുകും വബൈന അൻ യുകല്ലിമ ഇലാ മഖ്തർതും ലിഅൻഫുസികും ഫതളില്ലു അൻ ബാബിർ റഹ്മ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് രണ്ട് കാര്യത്തിൽ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് തെരഞ്ഞെടുക്കാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ചോദിച്ചത് അതേപടി നൽകാം, അങ്ങനെയാണെങ്കിൽ അത് നൽകിയാലും നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് അള്ളാഹുവിന്റെ മുന്നറിവിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാതെ അങ്ങനെ നിങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടാവുക. അങ്ങനെ നശിപ്പിക്കപ്പെടുന്ന പക്ഷം നിങ്ങൾ മാത്രമല്ല അതിൽപ്പെടുക, സമൂഹം ഒന്നടങ്കം നശിപ്പിക്കപ്പെടും. പക്ഷേ രണ്ടാമത് എനിക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ഖിയാർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഈ മഹാത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ ചോദിച്ച രൂപത്തിൽ തന്നെ അത് നടത്തി തന്നിട്ട് നിങ്ങളെങ്ങാനും വിശ്വസിക്കാതെ പോയാൽ അതിന്റെ പേരിൽ നിങ്ങളടങ്ങുന്ന സമൂഹത്തെ മൊത്തം അല്ലാഹു തആല നശിപ്പിച്ചു കളയും. പക്ഷേ ഞാൻ തെരഞ്ഞെടുക്കുന്നത് അതിനെയല്ല. നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ, വിശ്വസിക്കാൻ താൽപര്യമുള്ളവർക്ക്, മനസ്സിലാകുന്നവർക്ക് വിശ്വസിക്കാൻ അവസരമുണ്ടായാൽ അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ പ്രവേശിക്കാമല്ലോ. അങ്ങനെ വരുമ്പോൾ വമാ മനഅനാ അൻ നുർസില ബില്ലായാതി ഇല്ലാ അൻ കസ്സബ ബിഹൽ അവ്വലൂൻ. അല്ലാഹു തആല പറഞ്ഞു, മുൻകാല സമുദായങ്ങളിൽ പലരും ഇതുപോലുള്ള മഹാത്ഭുതങ്ങൾ ചോദിച്ചിട്ട് അത് അല്ലാഹു തആല നൽകുകയും പിന്നെയും അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവരടങ്ങുന്ന സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു തആല നശിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണുള്ളത്. അത്തരത്തിലുള്ള ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ പേരിലാണ് ആ സന്ദർഭത്തെ ഞാൻ തെരഞ്ഞെടുക്കാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അറിയിക്കുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾ മക്കയിലുണ്ടായിരുന്ന കാലം മുഴുവനും അവർ പെരുമാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാൻ വേണ്ടി സഹാബത്തിനോട് ആവശ്യപ്പെടുന്നത്. സഹാബികൾ ഓരോന്നോരോന്നായി മദീനയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, എനിക്ക് ഹിജ്റ പോകേണ്ട സ്ഥലം കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നി ഉരീതു ദാര ഹിജ്റത്തിക്കും ദാത നഖ്ലിൻ ബൈന ലാബത്തൈനി വഹുമൽ ഹർറതാനി ഫഹാജറ മൻ ഹാജറ ഖിബലൽ മദീന. എങ്ങോട്ടാണ് ഹിജ്റ പോകേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് രക്ഷാകേന്ദ്രം അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ളത് എന്ന് എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ആയതുകൊണ്ട് ഈത്തപ്പനകൾ നിറഞ്ഞ ഒരു പ്രദേശമാണത്. രണ്ടു പർവ്വതങ്ങൾക്കിടയിൽ നിൽക്കുന്ന വിശാലമായ ഈത്തപ്പഴങ്ങൾ തിങ്ങി നിൽക്കുന്ന പ്രദേശത്താണ് ഹിജ്റ പോകാൻ അല്ലാഹു തആല നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
മദീനയിലാണ് ഈത്തപ്പഴങ്ങൾ ഇടതൂർന്ന് വളർന്നിരുന്ന തോട്ടങ്ങളുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് മദീനയാണ് എന്ന് മനസ്സിലാകുകയും മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഓരോരുത്തരായി ഹിജ്റ പോയി. ആ ചരിത്രങ്ങളൊക്കെ വളരെ ദൈർഘ്യമേറിയതാണ്. വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ ചില ഭാഗങ്ങൾ നമുക്ക് അയവിറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹാബത്തിന്റെ പലരുടെയും ഹിജ്റയുടെ ചരിത്രങ്ങൾ, കരളലിയിപ്പിക്കുന്ന ചരിത്രങ്ങൾ അയവിറക്കാൻ നമുക്ക് സമയമില്ലാതെ പോയ ഒരു ഖേദവും കൂടെ കൂട്ടത്തിൽ അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയാൽ പലപ്പോഴും നമുക്കത് പങ്കുവെക്കാം. അതിനുള്ള അവസരങ്ങൾ ഇനിയും മുഹറമുകൾ അല്ലാഹു തആല നമുക്ക് മുന്നിൽ നിവർത്തിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അപ്പൊ ഇനി ഉരീതു ദാറ ഹിജ്റത്തിക്കും, നിങ്ങൾക്ക് ഹിജ്റ പോകാനുള്ള ഇടം അല്ലാഹു തആല എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മദീനയിലേക്ക് പോകാൻ വേണ്ടി, പുറപ്പെടാൻ വേണ്ടി സഹാബത്തിന് നിർദ്ദേശം നൽകുകയും സഹാബത്തിൽ മിക്കവാറും ആളുകളെല്ലാം മദീനയിലേക്ക് പോവുകയും ചെയ്തു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നതായി കാണാം, അവ്വലു മൻ ഖദിമ അലൈനാ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബ് ഇബ്നു ഉമൈർ വബ്നു ഉമ്മി മക്തൂം. ആദ്യമായി മദീനയിലേക്ക് ചെന്നത് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈറും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുമാ എന്നീ രണ്ടു സഹാബികളായിരുന്നു. മക്കയിൽ നിന്ന് ആദ്യമായി മദീനയിലേക്ക് ചെന്നവർ. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചത് മദീനക്കാരായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനും അവർക്ക് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാനുമൊക്കെ വേണ്ടിയാണ് ഈ രണ്ട് സഹാബികളെ വളരെ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചത്. പിന്നെ മഹാനായ ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ ജാ അമ്മാറു വബിലാലു വസഅദു. പിന്നെ അമ്മാറു വന്നു, ബിലാലു വന്നു, സഅദ് വന്നു റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. സുമ്മ ജാ ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ 20. പിന്നെ ഒരു 20 അംഗ സംഘത്തിലാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹും മദീനയിലേക്ക് എത്തിയത്. സുമ്മ ജാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഇടക്ക് കുറെ ആളുകൾ അങ്ങനെ ഓരോരുത്തരായും ചെറിയ കൂട്ടങ്ങളായും ഒക്കെ മദീനയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 20 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ അവസാനമായി മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ മുസ്ലിമീന ഇന്നി ഉരീതു ദാറ ഹിജ്റത്തിക്കും. നിങ്ങൾക്ക് ഹിജ്റ പോകേണ്ട ഇടം എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പോകാനുള്ള റൂട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ഇടം മനസ്സിലാക്കി കൊടുക്കുകയും അവരെ ഓരോരുത്തരെയായി പറഞ്ഞയക്കുകയും ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സുമ്മ ഖാലത്ത് ആയിഷത്തു ഫബൈനമാ നഹ്നു യൗമൻ. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഉച്ച സമയത്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണമായി വീട്ടിലേക്ക് കയറി വരുന്നു. അസാധാരണമായി വീട്ടിലേക്ക് കയറി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ സമയത്ത് സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാറില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായി. ആ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് ഒരു ഉച്ച സമയത്താണെന്ന് പറഞ്ഞു. അതിന്റെ തലേ രാത്രി ഖുറൈശികൾ ദാറുന്നദുവയിൽ യോഗം ചേർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ആ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയും പുറപ്പെടാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതി അറിയിക്കുകയുമുണ്ടായി. ദാറുന്നദുവ എന്ന് പറയുന്ന ഖുറൈശികളുടെ പാർലമെന്റിൽ അവർ ചേർന്ന യോഗത്തിൽ 3 തീരുമാനമാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് കാണാൻ സാധിക്കും. ഒരാൾ പറഞ്ഞത് യഹ്ബിസൂഹു ഫിൽ ഹദീദ്, നിങ്ങൾ അവനെ ബന്ധനസ്ഥനാക്കൂ എന്നാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരാഗ്രഹത്തിലടക്കാനായിരുന്നു ഒരു തീരുമാനമുണ്ടായത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് കയറി വന്ന
നജ്ദിൽ നിന്നുള്ള ഒരു പണ്ഡിതനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാള് അദ്ദേഹം പറഞ്ഞത് ലാ വല്ലാഹി മാ ഹാദാ ലക്കും ബിറഅയ്, ആ അഭിപ്രായം ശരിയല്ല. നിങ്ങളങ്ങനെ തുറങ്കിലടക്കുകയാണെങ്കിൽ എന്നെങ്കിലും അവൻ പുറത്തു വന്നാൽ പിന്നീട് അവൻ ശക്തി വീണ്ടെടുക്കുകയും അങ്ങനെ നിങ്ങൾ ഈ ചെയ്തതൊക്കെ ശ്രമമൊക്കെ പാഴായിപ്പോവുകയും ചെയ്യും. ആയതുകൊണ്ട് ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുകയും മറ്റെന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് നോക്കൂ എന്ന് പറയുകയും ചെയ്തു എന്നാണ്. ആ നജ്ദിൽ നിന്നുള്ള പണ്ഡിതൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയത് ഇബ്ലീസ് ആയിരുന്നു എന്നും ചരിത്രങ്ങളിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോഴാണ് വേറെ ഒരാൾ പറഞ്ഞത്, എന്നാൽ ഖാല ഖായിലും മിൻഹും നുഖ്രിജുഹു മിൻ ബൈനി അൽഹുരിനാ, നമുക്കിടയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാം, നാടുകടത്താം എന്ന് ചില ആളുകൾ പറഞ്ഞു. അപ്പോഴും ആ നജ്ദിൽ നിന്നുള്ള ഷെയ്ഖ് എന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി പറഞ്ഞു, അഥവാ ഇബ്ലീസ് പറഞ്ഞു, ലാ വല്ലാഹി മാ ഹാദാ ലക്കും ബിറഅയ്, ഈ അഭിപ്രായവും ശരിയല്ല. അങ്ങനെ നിങ്ങൾ നാടുകടത്തിയാൽ പുറത്തുപോയി അവൻ ശക്തി സംഭരിക്കുകയും അങ്ങനെ വീണ്ടും ഒരിക്കലെങ്കിലും തിരിച്ചു വരികയും നമുക്കെതിരെ തിരിയുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ മൂന്നാമതായി അബൂജഹൽ പറഞ്ഞു, ഫഖാല അബൂജഹൽ ഇബ്നു ഹിഷാം വല്ലാഹി ഇന്ന ലീ ഫീഹി ലറഅയൻ മാ അറാകും വഖഅതും അലൈഹി ബഅദു, എനിക്കൊരു അഭിപ്രായം തോന്നുന്നുണ്ട്, നിങ്ങൾ ആരും ആ അഭിപ്രായം പറഞ്ഞു കണ്ടില്ല. അവർ ചോദിച്ചു, എന്താണ് നിന്റെ അഭിപ്രായം? അബൂജഹൽ പറഞ്ഞു, നമ്മൾ ഓരോ കബീലയിൽ നിന്നും ഓരോ ചെറുപ്പക്കാരെ, ശക്തരും യുദ്ധതന്ത്രങ്ങൾ അറിയുന്നവരുമായ ഓരോ ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത് അവരുടെ കയ്യിൽ മൂർച്ചയേറിയ വാള് കൊടുക്കുകയും മുഹമ്മദിന്റെ വീട് വളയാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റയടിക്ക് മുഹമ്മദിനെ കടന്നാക്രമിക്കുകയും അങ്ങനെ കൊല നടത്തുകയും ചെയ്യുക. അതോടുകൂടി ആ പ്രശ്നം തീരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവരിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പക്ഷേ തീരുമാനിച്ചത് ഈ സാധുക്കൾക്കുണ്ടോ അറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഈ വിവരം നൽകുകയും ഖുറൈശി പാർലമെന്റിന്റെ തീരുമാനത്തെ അറിയിച്ചു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. വീട്ടിൽ നിന്നിറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ പുതപ്പിൽ കിടത്തിയതും പിന്നീട് പുറത്തു വന്നുകൊണ്ട് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീൽ അൽ അസീസിർ റഹീം ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഫഅഖ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതുകയും ആ ഒരുപടി മണ്ണ് അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളുടെയും മുഖത്തേക്ക് എറിയുകയും ചെയ്തു. അത് എല്ലാവരുടെയും തലയിൽ വീഴുകയും ആ മണ്ണ് വീണതോടുകൂടി അവരെല്ലാവരും ഉറക്കത്തിൽ ആണ്ടുപോവുകയും ചെയ്തു എന്നാണ്. ആ മണ്ണ് എല്ലാവരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്താണത്. ഒരു ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എറിഞ്ഞപ്പോ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളുടെയും തലയിൽ ആ മണ്ണ് വീണു എന്നാണ് ഹദീസിലുള്ളത്, ചരിത്രത്തിലുള്ളത്. അങ്ങനെ ആ മണ്ണ് വീണതോടുകൂടി അവർക്ക് ഉറക്കം വന്നു, അല്ലെങ്കിൽ അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ അവർക്ക് കാണാനായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നിറങ്ങി നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയും ചെയ്തു എന്നാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് വീട്ടിലേക്ക് കയറിയിരുന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് തൽക്കാലം ഇവിടെ നിന്ന് മാറ്റണം, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാഹും അഹ്ലുക ബി അബി അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഇവിടെയുള്ളത് നിങ്ങളുടെ കുടുംബം തന്നെയാണല്ലോ, അവരെ എന്തിനാണ് മാറ്റുന്നത്? എന്റെ 2 കുട്ടികളല്ലേ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞ് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞു. ഫഇന്നി ഖദ് ഉദിന ലീ ഫിൽ ഖുറൂജി, എനിക്ക്
യാത്രക്കുള്ള അനുമതി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഫഖാല അബൂബക്കറിൻ, അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സഹാബത്തു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ അബൂബക്കറും അങ്ങയുടെ കൂടെ വരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. നേരത്തെ എല്ലാ സ്വഹാബികളും ഹിജ്റ പോയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിക്കുകയുണ്ടായി. അങ്ങനെ സമ്മതം ചോദിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ്. അള്ളാഹുവിന്റെ അനുമതി, അള്ളാഹു നിങ്ങൾക്കൊരു ഉത്തമനായ കൂട്ടുകാരനെ തരാതിരിക്കില്ല, ആയതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകാൻ, ഹിജ്റ പോകാനുള്ള അനുമതി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ചോദിച്ചു, റസൂലേ, അവിടത്തോടൊപ്പം ഈ അബൂബക്കറും പോന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഅം, നിങ്ങളും കൂടെ വന്നോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുമതി നൽകുകയും ഫഖുദ് ബി അബി അൻത യാ റസൂലല്ലാഹി ഇഹ്ദാ റാഹിലതൈ ഹാതൈനി, എന്റെ ഈ രണ്ട് മൃഗങ്ങളെ, ഈ രണ്ട് വാഹനങ്ങളെ ഞാൻ തയ്യാറാക്കി വച്ചിട്ടുണ്ട് പ്രവാചകരെ, ആയതുകൊണ്ട് അത് അങ്ങ് എടുത്തോളൂ, യാത്രക്ക് വേണ്ടി എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിസ്സമനി, ഞാൻ വില തരാം, വിലക്കേ എനിക്ക് ആവശ്യമുള്ളൂ, വെറുതെ വേണ്ട, വില തന്നിട്ട് മതി എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വില കൊടുത്തു എന്നാണ് പറയുന്നത്. ഐഷാ ബീവി പറയുന്നു, ഫജഹസ്നാഹുമാ അഹസൽ ജിഹാസി, അങ്ങനെ ആ രണ്ട് മൃഗങ്ങളെയും ആ രണ്ട് ഒട്ടകങ്ങളെയും ഞങ്ങൾ നല്ല രീതിയിൽ ഒരുക്കി തയ്യാറാക്കി, കൊണ്ടുപോകാനുള്ള ഏതാനും സാധനങ്ങളും ഞങ്ങൾ തയ്യാറാക്കി. വസനാലഹുമാ സുഫ്രത്തം ഫീ ജിറാബിൻ, ഒരു തോൽപാത്രത്തിൽ ഏതാനും ചില സാധന സാമഗ്രികളും ഭക്ഷണ സാധനങ്ങളുമൊക്കെ ഞങ്ങൾ ഒരുക്കി കൊടുത്തു. ഫഖത്തത് അസ്മാഉ ബിൻതു അബീ ബക്കറിൻ ഖിത്അതൻ മിൻ നിതാഖിഹാ, അങ്ങനെ ആ തോൽപാത്രം കെട്ടാൻ വേണ്ടി മഹദിയായ ആയിഷാ ബീവിയുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹുമ, ആ അസ്മാ റളിയല്ലാഹു അൻഹ അവരുടെ അരപ്പട്ടയെടുത്തിട്ട് കീറിയിട്ട് അതിന്റെ ഒരു കീറൽ കൊണ്ട്, ഒരു ഭാഗം കൊണ്ട് ആ തോൽപാത്രം കെട്ടി. അങ്ങനെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അവർക്ക് ദാത്തുൻ നിതാഖൈൻ എന്ന് പേര് ലഭിക്കുകയുണ്ടായി. ഫറബത്തത്ത് ബിഹി അലാ ഫമിൽ ജിറാബി, ആ തോൽപാത്രം അവരുടെ അരപ്പട്ടയുടെ ഒരു ഭാഗം എടുത്തുകൊണ്ട് അസ്മാ ബീവി കെട്ടുകയുണ്ടായി. ഫദാലിക സുമ്മിയത്ത് ദാത്തുൻ നിതാഖൈൻ. قالت ثم لحق رسول الله صلى الله عليه وسلم وابو بكر بغار في جبل ثور, അങ്ങനെ സൗർ ഗുഹയിലുള്ള ഗാർ ഗുഹയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യാത്രയായി അവിടെ നിന്ന്. അങ്ങനെ ഫകമനാ ഫീഹി സലാസ ലയാലിൻ, 3 ദിവസം അതിൽ അവർ ഒളിച്ചിരുന്നു. യബീതു ഇൻദഹുമാ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ല എന്നവർ അവരോടൊപ്പം അവിടെ നിൽക്കുമായിരുന്നു. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല ബുദ്ധിമാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും കൂട്ടായിട്ട് രാത്രിയായാൽ അദ്ദേഹം അവിടെ എത്തും. അങ്ങനെ പ്രഭാതമാകുന്നതിന്റെ മുമ്പ് അവിടെ നിന്ന് പോകും. പ്രഭാതമാകുമ്പോഴേക്കും അദ്ദേഹം മക്കയിൽ തിരിച്ചെത്തും. അങ്ങനെ ഫയുസ്ബിഹു മാ ഖുറൈശിൻ ബിമക്കത കബായിത്തിൻ, മക്കയിലാണ് താമസിച്ചിരുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സുബഹിയാകുന്നതിന്റെ മുമ്പേ അദ്ദേഹം മക്കയിൽ തിരിച്ചെത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് എന്നവരും ആ ഗുഹയിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് വേറെ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരുട്ടിയാൽ അദ്ദേഹം വീണ്ടും വരും. വയറ അലൈഹിമാ ആമിർ ഇബ്നു ഫുഹൈറ മൗല അബീ ബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറ എന്ന ആട്ടിടയൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആടുകളെയും മേച്ചുകൊണ്ട് ഇവർ നടന്നിരുന്ന ആ വഴിയിലൂടെ വരും. അതിൽ 2 കാര്യമുണ്ടായിരുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും യാത്ര ചെയ്ത നടന്നുപോയ അവരുടെ കാൽപ്പാടുകൾ കാണാതിരിക്കാൻ അതിന്റെ മുകളിലൂടെ ആടുകളെ കൊണ്ടുപോകുമായിരുന്നു. രണ്ടാമത്, അവർക്ക് കുടിക്കാൻ ആടിന്റെ പാല് കറന്നു കൊടുക്കാനും. അങ്ങനെ 2 ആവശ്യത്തിനു വേണ്ടിയാണ് പോയിരുന്നത്. ഏതായിരുന്നാലും അവർ രണ്ടുപേരും അവിടെ എത്തിയതിനു ശേഷം 3 ദിവസം ആ ഗുഹയിൽ താമസിച്ചു എന്ന് പറയുന്നു. വയറ അലൈഹിമാ ആമിർ ഇബ്നു ഫുഹൈറ മൗല അബീ ബക്കർ
ഫയുരീഹുമാ അലൈഹിമാ ഹീന തദ്ഹബു സഅത്തും മിനൽ ഇശാ. രാത്രി അല്പം കഴിയുമ്പോ, ഇശാഇന്റെ സമയം കുറച്ച് കഴിയുമ്പോ അദ്ദേഹം അവിടെ എത്തുമായിരുന്നു. ഫയബീതാനി ഫീ റിസ്ലിൻ, അവർ രണ്ടുപേരും അവിടെ താമസിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് എന്നവർക്കും ആടിന്റെ പാല് കറന്നു കൊടുക്കുമായിരുന്നു. അങ്ങനെ വസ്തഅജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ എന്നവരും ബനുദ്ദൈൽ ഗോത്രത്തിൽപ്പെട്ട മദീനയിലേക്കുള്ള കുറുക്കുവഴി അറിയാവുന്ന ഒരാളെ വാടകക്കെടുത്തു. അബ്ദുല്ലാഹിബിൻ ഉറൈഖത്ത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ 3 ദിവസം അവിടെ താമസിച്ചതിന് ശേഷം അബ്ദുല്ലാഹിബിൻ ഉറൈഖത്ത് എന്ന് പറയുന്ന ആ വഴിയറിയാവുന്ന അയാളെയും കൂട്ടിയിട്ടാണ്, അദ്ദേഹം മുസ്ലിമായിട്ടില്ലായിരുന്നു, ഇസ്ലാമിന്റെ പ്രതിപക്ഷത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് ശത്രുതയൊന്നുമില്ലായിരുന്നു. അങ്ങനെ 3 ദിവസത്തിന് ശേഷം വവാഅദാഹു ഗാറ സൗരിൻ ബഅദ 3 ലയാലിൻ, 3 ദിവസം കഴിഞ്ഞിട്ട് ഗാറ സൗറിന്റെ അടുത്തേക്ക് വരാനാണ് അബ്ദുല്ലാഹിബിൻ ഉറൈഖത്തിനോട് പറഞ്ഞിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പോകാനുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറാക്കിയ 2 ഒട്ടകങ്ങളെയും കൂട്ടി വരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ 3-ാമത്തെ ദിവസം സുബ്ഹിയായപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉറൈഖത്ത് എന്ന് പറയുന്ന മദീനയിലേക്കുള്ള വഴി നന്നായി അറിയുന്ന അയാൾ ഗാർ തൗറിന്റെ അടുക്കെത്തി. വന്ദലഖ മഅഹുമാ ആമിർ ഇബ്നു ഫുഹൈറ, അങ്ങനെ ആമിർ ഇബ്നു ഫുഹൈറ അവരെയും കൂട്ടിക്കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതോടൊപ്പം അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉറൈഖത്തും അങ്ങനെ സമുദ്രത്തിന്റെ കരമാർഗമുള്ള സമുദ്രത്തിന്റെ ചാരത്തുകൂടെയുള്ള വഴിയിലൂടെയാണ് അവരെ കൊണ്ടുപോയത്. ഇങ്ങനെ ഇവർ പോകുന്നുണ്ട് എന്ന വിവരം സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന ഖുറൈശികളിൽപ്പെട്ട ഒരാൾ കേൾക്കുകയും ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഇനാം അഥവാ 100 ഒട്ടകങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയും അബൂബക്കറിനെയും പിടിച്ചു തരികയാണെങ്കിൽ അലൈഹിമസ്സലാത്തു വസ്സലാം അവരെ പിടിച്ചു തരികയാണെങ്കിൽ അവർക്ക് 100 ഒട്ടകം സമ്മാനമുണ്ട് എന്ന് ഖുറൈശികൾ പ്രഖ്യാപിച്ചതനുസരിച്ച് ആ ഒട്ടകം, ആ സമ്മാനം എനിക്ക് സ്വന്തമാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സുറാഖത്ത് ഇബ്നു മാലിക് ഇബ്നു ജുഷാം എന്ന് പറയുന്ന വ്യക്തി അവരെ പിന്തുടരാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ദീവാനയിൽ ഇരിക്കുന്ന സമയത്ത്, ഒരു മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് വഴിയിൽ 2 ആളുകൾ പോകുന്നത് കണ്ടിട്ടുണ്ട്, അത് മുഹമ്മദും അബൂബക്കറുമാണ്, മുഹമ്മദിന്റെ കൂട്ടുകാരുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ അത് കേട്ടിട്ട് സുറാഖത്ത് പറഞ്ഞു, അത് അവരാകാൻ തരല്ല, അത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. സത്യത്തിൽ സുറാഖത്തിന് അറിയാമായിരുന്നു അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും തന്നെയാണ് എന്ന്. പക്ഷേ അദ്ദേഹത്തിന് വേറെ ആരെങ്കിലും ഇത് അവരാണ് എന്ന് അറിഞ്ഞാൽ ആ സമ്മാനം അവർ തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് സുറാഖത്ത് അപ്പൊ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇന്നി ഖദ് റഅയ്തു ആനിഫൻ അസുവിദതൻ ബിസാഹിലി, സമുദ്രമാർഗം സമുദ്രത്തിന്റെ ചാരത്തുകൂടെ 2 ആളുകൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സുറാഖത്ത് പറഞ്ഞു, അത് അവരാകൂല, അത് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അങ്ങനെ കുറച്ചുനേരം സുറാഖത്ത് ആ സദസ്സിൽ തന്നെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ എഴുന്നേറ്റ് പോയിട്ട് വീട്ടിൽ പോയിട്ട് തന്റെ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി പെണ്ണിനോട് പറഞ്ഞു, നീ എന്റെ കുതിരയെ ഒന്ന് ഒരുക്കി നിർത്തൂ. അങ്ങനെ അദ്ദേഹം തന്റെ കുന്തവും എടുത്തിട്ട് പതുക്കെ തന്റെ കുതിരയുടെ അടുക്കലേക്ക് പോയി. ആ കുതിരയെ അവിടെ നിന്ന് പതുക്കെ തെളിച്ചു കൊണ്ടുപോയി കുറച്ച് അപ്പുറത്ത് നിന്നാണ് അതിന്റെ പുറത്ത് കയറിയത്. അങ്ങനെ പുറത്ത് കയറിയിട്ടങ്ങനെ കൊണ്ടുപോയി. കുറച്ച് ദൂരെ പോയ ശേഷം അദ്ദേഹം വേഗത്തിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖും പോകുന്ന ആ വഴിയെ അവരെ പിന്തുടർന്നു കൊണ്ടുപോയി. താമസിയാതെ ഞാൻ അവരുടെ അടുത്തെത്തി. ഫറഫഅതുഹാ തുഖർരിബു ബി ഹത്താ ദനൗതു മിൻഹും, ഞാൻ എന്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ
ഞാൻ അവരുടെ അടുത്തെത്തുകയും അങ്ങനെ അവരെ കണ്ടില്ല എന്ന രൂപത്തിലേക്ക് അടുക്കുകയും ചെയ്തു. ഫഅസറത് ബി ഫറസി ഫഖറർതു അൻഹാ ഫഖുംതു ഫഅഹ്വൈതു യദി ഇലാ കിനാനതി. ഞാൻ അവരുടെ ഏകദേശം അടുത്തെത്തിയപ്പോ എന്റെ ആവനാഴിയിൽ കൈയിട്ടുകൊണ്ട് അമ്പെടുത്തത് അവരെ അമ്പെയ്യാനായിരുന്നില്ല, ലക്ഷണം നോക്കാനാണ് അമ്പെടുത്തത്. ഫസ്തഖ്റജ്തു മിൻഹാ അൽ അസ്ലാമ, അതിൽ നിന്ന് ലക്ഷണം നോക്കാൻ വേണ്ടി ഞാൻ അമ്പുകൾ എടുത്തു. അത് ഖുറൈശികളുടെ ഒരു സ്വഭാവമായിരുന്നു. പരിശുദ്ധ ഖുർആൻ അതിനെ ആക്ഷേപിച്ചു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി ഖുർആൻ കള്ള് നിരോധിച്ച ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുറാഖത്ത് പറയുകയാണ്, ഞാൻ എന്റെ ആവനാഴിയിൽ നിന്നും അമ്പെടുത്തു, പക്ഷേ എനിക്ക് കിട്ടിയ അമ്പ് ഞാൻ അവരെ ഒന്നും ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന അമ്പാണ് എനിക്ക് കിട്ടിയത്. ഫസ്തഖ്സംതു ബിഹാ അളുറുഹും അംല, ഞാൻ അവരെ ഉപദ്രവിക്കണോ അതല്ല വേണ്ടയോ, അങ്ങനെയാണ് ഞാൻ സത്യം ചെയ്തിട്ട് അമ്പെടുത്തത്. ഫഖറജല്ലദീ അക്റഹു, അവരെ ഉപദ്രവിക്കണ്ട എന്ന രൂപത്തിൽ എനിക്ക് പ്രതികൂലമായിട്ടുള്ള അമ്പാണ് എന്റെ കയ്യിൽ വന്നത്. ഫറകിബ്തു ഫറസി, ഞാൻ വീണ്ടും എന്റെ കുതിരപ്പുറത്ത് കയറി. വാസൈത്തുൽ അസ്ലാമ, ഞാൻ അമ്പ് ലക്ഷണം നോക്കിയ അമ്പ് പറഞ്ഞത് കേൾക്കാതെ ഞാൻ അവരെ ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ചു, അവരെ പിന്തുടരാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ അവരോടടുത്തെത്തി. ഹത്താ ഇദാ സമയത്തു ഖിറാഅത്ത് റസൂലില്ല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അത്രയും ദൂരത്തെത്തിയപ്പോൾ വഹുവലാ യൽതഫിതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, വല്ല ശത്രുക്കളും വരുന്നുണ്ടോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾക്ക് വല്ല അപകടവും പെടുമോ എന്ന്. ഫാറസൗറിൽ സംഭവിച്ചതൊന്നും വിവരിക്കാത്തത് സമയക്കുറവ് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധാലുവായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും. ഹദീസിൽ പറയുന്നു, ചരിത്രത്തിൽ പറയുന്നു, ഇബ്നു ഹിശാം എന്നവരൊക്കെ വിശദീകരിക്കുന്നു, കുറച്ച് വലതുഭാഗത്ത് നടക്കും, പിന്നീട് കുറച്ച് ഇടതുഭാഗത്ത് നടക്കും, പിന്നീട് കുറച്ച് പിൻഭാഗത്ത് നടക്കും. അങ്ങനെയൊക്കെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് വീക്ഷിച്ചിരുന്നത്. വല്ല അപകടവും പറ്റുകയാണെങ്കിൽ തനിക്ക് പറ്റട്ടെ, റസൂലുള്ളാഹിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന ദൃഢപ്രതിജ്ഞയോടെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു പോയിരുന്നത്. അങ്ങനെ ഞാൻ അവരോട്, സുറാഖത്ത് പറയുകയാണ്, ഞാൻ അവരുടെ അടുത്തെത്തിയപ്പോൾ സാഖത്ത് യദാ ഫറസി ഫിൽ അർളി, എന്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിൽ ആണ്ടുപോയി. ഹത്താ ബലഗത്താ റുക്ബതൈനി, അത് ആ കുതിരയുടെ മുട്ടുവരെ താഴ്ന്നു പോയി. ഫഖറർതു അൻഹാ തുമ്മ സജർതുഹാ, ഞാൻ അതിന്റെ പുറത്തുനിന്ന് ചാടി, എന്നിട്ട് ഞാൻ അതിനെ എഴുന്നേൽപ്പിക്കാൻ ശബ്ദമൊക്കെ ഇട്ടുനോക്കി, അതിനെ ഞാൻ അടിച്ചു നോക്കി, പക്ഷെ അത് എഴുന്നേൽക്കുന്നില്ല. ഫനഹലത്ത് ഫലം തഖദ് തുഖ്രിജു യദൈഹാ, അത് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ട് പക്ഷെ അതിന്റെ കൈ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്റെ കുതിര എഴുന്നേറ്റ് നിന്നു. ഇദാലി അസരി യദൈഹാ ഉസാൻ സാതിഉൻ ഫിസ്സമാഇ മിസ്ലു ദുഖാനി ഫസ്തഖ്സംതു ബിൽ അസ്ലാമി, എന്റെ കുതിരയുടെ കാല് പറിച്ചെടുത്ത ആ ദ്വാരത്തിലൂടെ, ആ ഭൂമിയിൽ പതിഞ്ഞ ആ കുഴിയിലൂടെ ഒരു പുക ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങി. അത് പൊടിപടലമായിരുന്നു എന്നും അതല്ല പുക തന്നെയായിരുന്നു എന്നുമൊക്കെ അഭിപ്രായം. ഏതായിരുന്നാലും അവിടെ നിന്ന് എനിക്കൊന്നും കാണാത്ത അവസ്ഥയുണ്ടായി. ഞാൻ വീണ്ടും അമ്പ് എടുത്തുകൊണ്ട് ഫസ്തഖ്സംതു ബിൽ അസ്ലാമി, ഞാൻ അമ്പുകൊണ്ട് വീണ്ടും ലക്ഷണം നോക്കി. ഫഖറജല്ലദീ അക്റഹു, അപ്പോഴും എനിക്ക് പ്രതികൂലമായിട്ടുള്ള അമ്പാണ് കിട്ടിയത്. ഫനാദൈതുഹും ബിൽ അമാൻ, ഞാൻ അവിടെ വെച്ചുകൊണ്ട് അവരോട് നിർഭയത്വത്തിന് വേണ്ടി അപേക്ഷിച്ചു. ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ വന്നതല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ, നിങ്ങളൊന്ന് നിൽക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫറകിബ്തു ഫറസി, അങ്ങനെ അവർ നിന്നു. അവർ അവിടെ നിന്നപ്പോൾ ഞാൻ എന്റെ കുതിരപ്പുറത്ത് കയറി. ഹത്താ ജിഅ്തുഹും, ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. വവഖഅ ഫീ നഫ്സി ഹീന ലഖീതു മാ ലഖീതു മിനൽ ഹബ്സി അന്നും, അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഞാൻ 2 തവണ ശ്രമിച്ചിട്ടും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കാതിരുന്നപ്പോൾ തന്നെ എന്റെ മനസ്സിൽ എനിക്ക് വിശ്വാസം വന്നിട്ടുണ്ട്, ഇത് പ്രവാചകൻ തന്നെയാണ്. അല്ലാഹു തആല എന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുകയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അൻസയൽഹറു അംറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രവാചകന്റെ കാര്യം കൂടുതൽ പ്രകടമായി ഇനി വരാനിരിക്കുകയാണ് എന്നും എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഫഖുൽതു ലഹു ഇന്ന ഖൗമക ഖദ് ജാലൂ ഫീക ദിയ, ഞാൻ അവരോട് പറഞ്ഞു, നിശ്ചയം നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ ജനത നിങ്ങളെ പിടികൂടിയാൽ വലിയ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിടികൂടുന്നവർക്ക് 100 ഒട്ടകം കൊടുക്കാമെന്നൊക്കെ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാഖ്ബർതുഹും അഖ്ബാറ മാ യുരീദുന്നാസു ബിഹിം, ശത്രുക്കളാകുന്ന ഖുറൈശികൾ എന്തൊക്കെയാണ് അവരുടെ തലക്ക് വില കൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞുകൊടുത്തു. അങ്ങനെ അറൽതു അലൈഹിമുസ്സാദ വൽ മതാ, ഞാൻ അവർക്ക് എന്റെ അടുക്കലുണ്ടായിരുന്ന ഭക്ഷണവും മറ്റു സാധനങ്ങളും ഒക്കെ കൊടുത്തു. പക്ഷേ ഫലം യർസആനി, അവർ രണ്ടുപേരും എന്നിൽ നിന്നൊന്നും സ്വീകരിച്ചില്ല. വലം യസ്സലാനി, എന്നോടൊന്നും അവർ ചോദിച്ചതുമില്ല. ഇല്ല അൻ ഖാല അഖ്ഫി അന്ന, പക്ഷേ പ്രവാചകൻ എന്നോട് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, ഞങ്ങളുടെ കാര്യം നീ രഹസ്യമാക്കി വെക്കണം. ഫസഅൽതുഹു അൻ യക്തുബ ലീ കിതാബ അംനിൻ, എനിക്ക് ഒരു കത്ത് എഴുതിത്തരണം എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നതിന് തെളിവായിട്ട് എനിക്കൊരു കത്ത് തരണം, ഞാൻ നിങ്ങളെക്കുറിച്ച് അവരോട് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൂടെയുണ്ടായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറയോട് ഒരു കത്തെഴുതി കൊടുക്കാൻ പറഞ്ഞു. ഫകതബ ഫീ റുഖഅത്തിൻ മിൻ അദീമിൻ, ഒരു പഴയ തോലിന്റെ കഷ്ണത്തിൽ ആമിർ ഇബ്നു ഫുഹൈറ സുറാഖത്തിനൊരു കത്തെഴുതി കൊടുത്തു. സുമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് എന്നവരും കൂടെയുള്ളവരും അങ്ങനെ മദീനയിലേക്ക് യാത്ര പുനരാരംഭിച്ചു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉർവത്ത് എന്നവർ പറയുന്നു, ഉർവത്ത് ഇബ്നു സുബൈർ എന്നവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ യാത്ര പോകുന്ന വഴിയിൽ മഹാനായ സുബൈർ എന്നവർ, സുബൈർ ഇബ്നു അവ്വാം, ഷാമിൽ നിന്ന് കച്ചവടവുമായി തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മഹാനായ സുബൈർ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഓരോ വെള്ള വസ്ത്രം സമ്മാനിക്കുകയുണ്ടായി. ആ വസ്ത്രം ധരിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവർ യാത്ര തുടർന്നത് എന്ന് കാണുന്നു. ഏതായിരുന്നാലും ഖുറൈശികൾ ഓരോ ദിവസവും അവരെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുന്നുണ്ട്, പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതോടൊപ്പം മദീനക്കാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് മദീനയുടെ അതിർത്തിയിൽ വന്നുകൊണ്ട് കാത്തു നിൽക്കുന്നുമുണ്ടായിരുന്നു. ഫയന്തദിറൂനഹു ഹത്താ യറുദ്ദഹും ഹർറുൽ ലഹീറ, ഉച്ചവരെ മദീനക്കാർ കാത്തിരിക്കും. ഉച്ചവരെ കാത്തിരുന്നിട്ടും കാണാതാകുമ്പോ, വെയിൽ വല്ലാതെ ചൂടാകുമ്പോ അവർ തിരിച്ചുപോകും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു. ഫലമ്മ ആവൗ ഇലാ ബുയൂതിഹിം, അങ്ങനെ ഒരു ദിവസം അവർ അങ്ങനെ നബിയെ കാത്തിരുന്ന് ഉച്ചനേരത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയപ്പോ ഒരു ജൂതനായ മനുഷ്യൻ അവരുടെ ഒരു കോട്ടയ്ക്ക് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഫബസുറ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി മുബയ്യിദീന, വെളുത്ത വസ്ത്രധാരികളായ രണ്ടാളുകൾ ഇങ്ങനെ നടന്നു വരുന്നത്, അല്ലെങ്കിൽ രണ്ടാളുകളുടെ വെളുപ്പ് ഇങ്ങനെ കാണുന്നത് പോലെ അദ്ദേഹത്തിന് ആ ജൂതന് തോന്നി. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ബിഅലാ സൗതിഹി, വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യാ മആശിറൽ അറബ് ഹാദാ ജദ്ദുകുമുല്ലദീ തന്തദിറൂൻ, ഓ അറേബ്യൻ സമൂഹമേ, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നിങ്ങളുടെ ജദ്ദിദാ നേതാവിദാ വന്നിരിക്കുന്നു. ഫതാറൽ മുസ്ലിമൂന ഇല സിലാഹി, മുസ്ലിമീങ്ങളെല്ലാവരും അവരുടെ ആയുധങ്ങളിൽ എടുക്കാൻ വേണ്ടി തുനിയുകയും അങ്ങനെ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി, ആയുധെടുക്കുക എന്ന് പറഞ്ഞാൽ നബി ആക്രമിക്കാനല്ല, അത് ഒരു അറബികളുടെ ഒരു ശൈലിയാണ്. അവർ ഒരാളെ സ്വീകരിക്കുമ്പോഴും അവരുടെ ആ ഒരു സ്ഥാനവസ്ത്രം ധരിക്കുക എന്നതുപോലെ അവരൊന്ന് ഒരുങ്ങുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരാൾ വീട്ടിലേക്ക് വന്നാൽ ഒരു നല്ല കുപ്പായൊക്കെ ഇടുന്നത് പോലെ അറബികൾ അവരുടെ ആയുധം എടുത്ത് അണിയുക എന്നുള്ളത് ഒരു സാധാരണ ശൈലിയാണ്. ആ രൂപത്തിൽ നബിയെ സ്വീകരിക്കാൻ വേണ്ടി അവരെല്ലാവരും ആയുധമെടുത്ത് അണിയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും സ്വീകരിക്കാൻ വേണ്ടി മദീനക്കാരായ എല്ലാ ആളുകളും അവർ വരുന്ന ആ വഴിയിലേക്ക് ചെല്ലുകയുമുണ്ടായി. ഉച്ചസമയത്ത് വദാലിക യൗമൽ ഇത്നൈനി മിൻ ശഹ്രി റബീഉൽ അവ്വൽ, ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ
ഒരു തിങ്കളാഴ്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയത്. അത് 12 തന്നെയാണ്, റബീഉൽ അവൽ 12 തന്നെയാണ് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫഖാമ അബൂബക്കറിൻ ലിന്നാസി, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. വജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാമിത്തൻ അവിടെ ഇങ്ങനെ മിണ്ടാതിരുന്നു. തങ്ങളൊന്നും സംസാരിച്ചില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സംസാരിക്കുന്നത്. അപ്പോ ആളുകൾ വിചാരിച്ചു ഈ സംസാരിക്കുന്നവരായിരിക്കും ഇവിടെ പ്രവാചകൻ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല മദീനക്കാരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുസാഫഹത്ത് ചെയ്യുകയും ആലിംഗനം ചെയ്യാനും ഒക്കെ ശ്രമിച്ചു. ഫതഫിഖ മൻ ജാഅ മിനൽ അൻസ്വാരി മിമ്മൻ ലം യറ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹയ്യി അബൂബക്കറിൻ ഹത്താ അസാബത്തി ശംസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് വെയിലടിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തട്ടമെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെയിൽ തട്ടുന്നതിനെ തൊട്ട് ഇങ്ങനെ തടഞ്ഞ് ഒരു മറ സൃഷ്ടിച്ചപ്പോ അവർക്ക് മനസ്സിലായി ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന്. ഫറഫന്നാസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഫലബിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബനി അംർ ഇബ്നു ഔഫിൻ ബിളഅശറത ലൈല, 10 ചില്ലാനം ദിവസം ബനു ഔഫിന്റെ കുടുംബത്തിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു. വഉസ്സിസൽ മസ്ജിദുല്ലദീ ഉസ്സിസ അല തഖ്വ, അവിടെയാണ് തഖ്വയുടെ മേൽ അസ്ഥിവാരമിടപ്പെട്ട പള്ളി എന്ന പേരിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള മസ്ജിദുൽ ഖുബാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറക്കല്ലിട്ടതും പിന്നീട് അതിന്റെ നിർമ്മാണം ആരംഭിച്ചതും. അങ്ങനെ 10 ചില്ലാനം ദിവസം അവിടെ താമസിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മറ്റു പല രൂപത്തിലും അത് വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഫസാറ യംശി മാഹുന്നാസു, അവിടെ നിന്ന് ഈ 10 ചില്ലാനം ദിവസം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. ഹത്താ ബറകത്ത് ഇൻദ മസ്ജിദുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന, അങ്ങനെ ഇന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്ന ആ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തി വഹുവ യുസല്ലി ഫീഹി യൗമൈദിൻ റിജാലുൻ മിനൽ മുസ്ലിമീന, അത് ഒരു ഈത്തപ്പഴം ഉണക്കാനിട്ടിരുന്ന ഒരു കളമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അടക്കാക്കളമുള്ളതുപോലെ മദീനക്കാർ ഈത്തപ്പഴം ഉണക്കാനിട്ടിരുന്ന ഒരു കളമായിരുന്നു ഇന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്ന സ്ഥാനം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തി. അങ്ങനെ ആ സ്ഥലം അസ്അദ് ബിൻ സുറാറ എന്ന അൻസാരിയായ സഹാബിയുടെ കീഴിലുണ്ടായിരുന്ന 2 യതീം കുട്ടികളുടേതായിരുന്നു ആ സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ ആ ഒട്ടകത്തിന്റെ പുറത്ത് നിന്നിറങ്ങുകയും ഹാദാ ഇൻഷാ അല്ലാഹുൽ മൻസിൽ, ഇൻഷാ അല്ലാഹ് ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്ഥലം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 2 കുട്ടികളെ, അഥവാ സ്ഥലത്തിന്റെ ഉടമയായ, ഇന്ന് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം നമ്മൾ പറഞ്ഞു അത് ഈത്തപ്പഴം ഉണക്കാനിട്ടിരുന്ന ഒരു കളമായിരുന്നു. ആ കളം, അതിന്റെ ഉടമയായ 2 യതീം കുട്ടികളാണ്. അവരെ വിളിച്ചുകൊണ്ട് ഫസാവമഹുമാ ബിൽ മിർബദി ലിയത്തഖിദഹു മസ്ജിദ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അതിന് വില പറയുകയും വിലക്ക് ചോദിക്കുകയും ചെയ്തു. അവർ 2 പേരും പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളത് ബൽ നഹബുഹു, ഞങ്ങളത് നിങ്ങൾക്ക് ഹദിയ ചെയ്യാൻ, ഹിബത്തായിട്ട്, പാരിതോഷികമായിട്ട്, ഞങ്ങളുടെ വക സംഭാവനയായിട്ട് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഫഅബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിസമ്മതിക്കുകയും അങ്ങനെ അതിന് വില കൊടുത്ത് ഹത്താ ഇബ്താഹു മിന്നുമാ, അവർ 2 പേരിൽ നിന്നും അതിന്റെ നിശ്ചിത വില കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്ക് വേണ്ടി ആ സ്ഥലം വാങ്ങുകയും തുമ്മ ബനാഹു മസ്ജിദൻ, പിന്നീട് അവരെ അവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്തു. അഥവാ ഇന്നത്തെ മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നത്തെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ആ മസ്ജിദുൻ നബവി അവിടെ നിർമ്മിക്കുകയും ചെയ്തു. വതഫിഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഖുലു മഅഹുൽ ലബിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടി അവരോടൊപ്പം, അഥവാ സഹാബികളോടൊപ്പം, അൻസ്വാരികളോടും മുഹാജിറുകളോടും കൂടെ ആ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി കല്ല് ചുമന്നിരുന്നു എന്നും കാണുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാട്ടുപാടിയിരുന്നു എന്നും എല്ലാം ഹദീസിൽ മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ തന്നെ കാണാൻ സാധിക്കുന്നു. ഞാൻ ചരിത്രം വളരെയേറെ
ചുരുക്കി അതിനെ ഒരു ക്യാപ്സൂളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ 2-3 ഹദീസുകൾ എടുത്തുദ്ധരിച്ചു പറഞ്ഞു എന്നതൊഴിച്ചാൽ ബാക്കി ചരിത്രങ്ങൾ ഓടിച്ചു പോവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ നമ്മൾ പറയാതെ വിട്ടുപോയിട്ടുണ്ട്. അതെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലവരും കേട്ടതും മനസ്സിലാക്കിയതുമായതുകൊണ്ടും ഇവിടെ സമയം വളരെ വളരെ ദുർലഭമായതുകൊണ്ടുമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആറ് സൗറിൽ കഴിഞ്ഞിരുന്നതും അങ്ങനെ പോരുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നതും അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ചൊല്ലിയ ഒരു ബൈത്ത് മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോട് മദീനയിൽ പിൽക്കാലത്ത് നിൽക്കുന്ന സമയത്ത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം മഹാനായ കവിയായിരുന്നു, റസൂലുള്ളാഹിനെ പുകഴ്ത്തിയൊക്കെ ഒരുപാട് കവിതകൾ ചൊല്ലിയിട്ടുണ്ട് മഹാനായ ഹസ്സാൻ എന്നവർ. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തിയും ആക്ഷേപിച്ചും പാട്ടുപാടിയപ്പോ ഹസ്സാൻ എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മറുപടി പറയാൻ ആവശ്യപ്പെടുകയും ഹസ്സാൻ എന്നവർ അതിന് മറുപടി പറയുകയും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അയ്യദുഹു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുമ്മ അയ്യദുഹു ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധാത്മാവായ ജിബ്രീലിനെ കൊണ്ട് നീ ഈ ഹസ്സാനിന് ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ മഹാനായ ഹസ്സാൻ എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ അബൂബക്കറിനെ കുറിച്ച് പാട്ടൊന്നും പാടിയിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഹസ്സാൻ എന്നവർ വതാനിയ സ്നൈനി ഫിൽ ഗാരിൽ മുനീഫി വഖദ് തഫൽ അദു ബിഹി ഇസ്അദൽ جبلا وكان حب رسول لله قد علموا من البرية لم يعدل به رجلا. غار ثورil ഇരുൾ മുറ്റിയ ഗുഹക്കുള്ളിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നിലക്കും സംരക്ഷിച്ചവരാണ്. ശത്രുക്കൾ ഗുഹക്ക് ചുറ്റുഭാഗത്തും പ്രവാചകനെ തെരഞ്ഞുകൊണ്ട് ചുറ്റി നടന്നപ്പോഴും അതിൽ നിന്നും പ്രവാചകനെ കാണിച്ചു കൊടുക്കാതെ പ്രവാചകനെ രക്ഷപ്പെടുത്തിയവരാണ്, പ്രവാചകന് കാവൽ നിന്നവരാണ് സിദ്ദീഖ് എന്നവര്. വകാന ഹിബ്ബു റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ബരിയത്തി ലം യഅദിൽ ബിഹി റജുലാ. ഇത്തരത്തിൽ പ്രവാചകന്റെ സ്നേഹനിധിയായ ഒരു കൂട്ടുകാരനെ സമൂഹത്തിന് വേറെ പറയാനില്ലായിരുന്നു. അത്രത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ച ഒരു കൂട്ടുകാരനായിരുന്നു അബൂബക്കർ. ഇങ്ങോട്ടും അങ്ങോട്ടും വല്ലാത്ത സ്നേഹമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് എന്ന് ഈ കവി ഇങ്ങനെ പാടിയപ്പോ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത്ത് നവാജിദുഹു, തങ്ങളുടെ അണപ്പല്ലുകൾ കാണുന്ന രൂപത്തിൽ ആ മഹാനായ ഹസ്സാൻ എന്നവരുടെ പാട്ട് കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു എന്ന് ഹദീസിൽ കാണുന്നു. എന്നിട്ട് പറഞ്ഞുവത്രേ, സദഖ്ത യാ ഹസ്സാൻ ഹുവ കമാ ഖുൽത, ഹസ്സാനെ നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് സിദ്ദീഖ് ചെയ്തിരുന്നത്. സിദ്ദീഖിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഗാർ സൗറിൽ കഴിയുന്ന സമയത്ത് സിദ്ദീഖിന്റെ ആ വല്ലാത്ത സാമീപ്യവും സംരക്ഷണവും എനിക്ക് നന്നായി ലഭിച്ചിട്ടുണ്ട്. മറ്റു പലപ്പോഴും സിദ്ദീഖിന്റെ സാമീപ്യം എനിക്ക് ശക്തി പകർന്നിട്ടുണ്ട്. ആയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് 100% സത്യമാണ് എന്ന് പറയുകയും ഫലഖദ് ലറബ സിദ്ദീഖു അൻഹു മസലൻ റായിഅൻ ഫി അന്ന സദാഖത മബാദിഉ വമവാഖിഫു വലൈസ ഷിആറാത്ത്, കേവലം ഗാനങ്ങളോ പദ്യങ്ങളോ ആലപിക്കാനും പറയാനും പാടാനും മാത്രമുള്ളതല്ല. സദാഖത്ത് കൂട്ടുബന്ധമെന്ന് പറഞ്ഞാൽ, സ്നേഹബന്ധമെന്ന് പറഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഉപകാരപ്പെടുന്നതായിരിക്കണം എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സ്നേഹബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ചരിത്രത്തിന്റെ സാഹിലിലൂടെ അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മജ്ജയിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിഷമം കൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. സമയമാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാനുണ്ട്. അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ ഈ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരൊക്കെ താഴെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള, ഇതിപ്പോ ഒരു സംശയം ചോദിക്കാനുള്ള വിഷയമൊന്നുമല്ല എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സമയമുണ്ടോന്നറിയില്ല. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് ഉണ്ടെങ്കിൽ ഒന്ന് വന്നാൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ ആരാണ് വരുന്നതെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രേ പറയാനേ നിവൃത്തിയുള്ളൂ എന്നതുകൊണ്ടാണ്. ഇനിയും
എന്താ ഒരു സഹോദരൻ അങ്ങനെ ഒരു ഇത് എഴുതിയിട്ടുള്ളത്, അങ്ങനെ എഴുതരുതല്ലോ. ഇങ്ങനെ ഈ ചേളാരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടുത്തലില്ലല്ലോ, നമ്മൾ സമസ്ത എന്ന് പറഞ്ഞിട്ടേ പരിചയപ്പെടുത്തലുള്ളൂ. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട അച്ചൂർ ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ട്, നൂർ ഫൈസി ഉസ്താദൊക്കെ എത്തിയിട്ടുണ്ട്, മഹാനായ ഉസ്താദ്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിച്ചു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.